ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഇംഗ്ലീഷിലുള്ള യൂണിറ്റ് 3 ആണ് കേട്ടോ. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി യൂണിറ്റ് 3 ആണ് തുടങ്ങുന്നത്. ഇതിൻ്റെ മുൻപുള്ള പാഠങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് വേണമെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ എന്താണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്? ടെൻഡർ ഷൂട്ട്സ്. ഇവിടെ തന്നിട്ടുള്ള ചിത്രം കണ്ടോ? മനോഹരമായിട്ടുള്ള ഒരു പിക്ചറാണല്ലേ ഇത്. മനോഹരമായ നാച്ചുറൽ ബ്യൂട്ടിയാണല്ലേ. അപ്പോൾ ഇവിടെ എന്താ താഴെ തന്നിട്ടുള്ളത്? വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാൻ ഹോപ്പ്. ബംഗാരി മേത്തയിൻ്റെ ഒരു വാക്യങ്ങളാണ് അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മളൊരു ചെടി നടുകയാണെങ്കിൽ അത് നമുക്കൊരു ഭാവിയിലേക്കുള്ളൊരു പ്രതീക്ഷ കൂടിയെന്നാണ് പറയുന്നത്. ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ പോയിന്റ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു ചിത്രം നോക്കിക്കേ. ഇതാ ഒരു കുട്ടിയുണ്ട്, ഇവിടെ ഒരുപാട് ജീവികളുണ്ട് അല്ലേ. പിന്നെ അണ്ണാനുണ്ട്, കാക്കയുണ്ട് അല്ലേ, ബട്ടർഫ്ലൈ ഉണ്ട്, ഡോഗ് ഉണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് അല്ലേ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? അപ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? ഹൗ ഡു യു ഫീൽ? അപ്പോൾ എന്താണ്, നമ്മളിങ്ങനെ ഒരു പിക്ചർ കാണുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലേ. ക്യാൻ വി തിങ്ക് ഓഫ് നേച്ചർ ആസ് അവർ ഫ്രണ്ട്? വൈ? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രകൃതി നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരുന്നെങ്കിലെന്ന്? ചിന്തിച്ചിട്ടുണ്ടോ? ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് എ സോങ്. ഈ കുട്ടി വളരെ സന്തോഷവാനായിട്ട് പാടുന്ന ഒരു പാട്ടാണ്. ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ കം ആൻഡ് പ്ലേ വിത്ത് മീ. ബട്ടർഫ്ലൈനോട് എൻ്റെ കൂടെ കളിക്കാൻ വരുമോ ചോദിക്കുകയാണ്. ദ ഡേ ഈസ് ബ്രൈറ്റ്, ദ സ്കൈ ഈസ് ബ്ലൂ, കം ആൻഡ് സിംഗ് വിത്ത് മീ. ഇന്ന് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്, ആകാശമൊക്കെ നീല നിറമാണ് അല്ലേ. എൻ്റെ കൂടെ പാടാൻ പോരുന്നോന്ന് ചോദിക്കുകയാണ്. ഏ ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ കം ആൻഡ് ഡാൻസ് വിത്ത് മീ, ഫ്രണ്ട്സ് വി ഹാവ് ഓൾ അറൗണ്ട്, നെവർ ഫീൽ അഫ്രൈഡ്. പിന്നീട് കുട്ടി ഗ്രാസ് ഹോപ്പറിനോട് ചോദിക്കുകയാണ്, എൻ്റെ കൂടെ കളിക്കാൻ പോരുന്നോ എന്ന്. ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞാൽ പുൽച്ചാടി പച്ചത്തുള്ളനുണ്ടല്ലോ, അതാണ് കേട്ടോ. കളിക്കാൻ പോരുന്നോ? ഫ്രണ്ട്സ് വി ഹാവ് ഓൾ അറൗണ്ട്, നെവർ ഫീൽ അഫ്രൈഡ്. നമുക്ക് ചുറ്റും സുഹൃത്തുക്കൾ ഉണ്ടായതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്നല്ലേ. അപ്പം നമ്മളെ പോയത്തിലേക്ക് കടക്കാം. ദ മൂൺ. മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രനാണ് അല്ലേ. ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹോൾ. അപ്പോൾ മൂണിനൊരു ഫേസ് ഉണ്ട്, ഒരു മുഖമുണ്ട്. എങ്ങനത്തെ മുഖമാണ്? ഹോളിലുള്ള ക്ലോക്ക് പോലെയുള്ള മുഖമാണ് ഉള്ളത്. ഷീ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ. പൂന്തോട്ടത്തിലെ മതിൽ ചാടിക്കിടക്കുന്ന കള്ളനെ നോക്കി അവൾ എന്ത് ചെയ്യാണ്? തിളങ്ങുകയാണ്. അവിടെ മൂണിന് ഷീ എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്, അവൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാർബർ ക്വൈസ്. അതായത് മൂണ് നമ്മുടെ ഗാർഡൻ വാളിലുള്ള തീവ്സിനോട് മാത്രമല്ല ഷൈൻ ചെയ്യുന്നത്, വേറെ ആരോടൊക്കെയാണ്? സ്ട്രീറ്റ്സ്, നമ്മുടെ അടുത്തുള്ള സ്ട്രീറ്റ്സുകളിലുള്ളവരോട്, ഫീൽഡ്സ് പാടങ്ങളിലുള്ളവരോട്, പിന്നെ ഹാർബർ ക്വൈസ് തുറമുഖങ്ങളിലുള്ളവരോട് അല്ലേ. പിന്നെ ആൻഡ് ബേർഡീസ് അസ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. നമ്മുടെ മനുഷ്യന്മാരോട് മാത്രമല്ല മൂണ് ഷൈൻ ചെയ്യുന്നത്, മരത്തിൻ്റെ ചില്ലകൾക്കിടയിൽ ഉറങ്ങുന്ന കിളികളോടും കൂടിയാണ് മൂണ് ഷൈൻ ചെയ്യുന്നത്. പിന്നെ ദ സ്ക്വയലിംഗ് കാറ്റ് ആൻഡ് ദ സ്ക്വീക്കിംഗ് മൗസ്. ഇവിടെ കാറ്റിൻ്റെ സൗണ്ടിനെയാണ് സ്ക്വൈലിംഗ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മൗസിൻ്റെ സൗണ്ടിനെയാണ് സ്ക്വീക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ദ ഹൗളിംഗ് ഡോഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്. ഹൗളിംഗ് ഡോഗ് എന്ന് പറയുന്നതിൽ ഹൗളിംഗ് എന്ന് പറയുന്നത് ഡോഗിൻ്റെ സൗണ്ടിനെയാണ്. അപ്പോൾ 3 സൗണ്ടുകളാണ് കേട്ടോ, സൗണ്ടുകൾ പറയുന്നതാണ്. അപ്പോൾ മൂണ് പിന്നെ ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന കാറ്റിനോടും മൗസിനോടും ഡോഗിനോടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഷൈൻ ചെയ്യുന്നുണ്ട്. The bat that lies in bed at noon all love to be out by the light of the moon. ഇനി ആരെ നോക്കിയാണ് ഷൈൻ ചെയ്യുന്നത്? ബാറ്റിനെ നോക്കിയിട്ടല്ലേ, വവ്വാലിനെ നോക്കിയിട്ടാണ് ഷൈൻ ചെയ്യുന്നത്. വവ്വാൽ എപ്പോഴാണ് ഉറങ്ങുന്നത്? ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് രാത്രി എഴുന്നേക്കാണ് അല്ലേ ചെയ്യുന്നത്. വവ്വാലിനെ നോക്കിയിട്ട് ഷൈൻ ചെയ്യുന്നു. all love to be out by the light of the moon. ഈ മൂണിൻ്റെ ഷൈന് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. But all of the things that belongs to the day cuddle to sleep to be out of her way. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ പോലെ ഇല്ലാത്തവരുണ്ട്, മൂണിൻ്റെ ഷൈന് ഇഷ്ടമില്ലാത്തവരുണ്ട്.
അവർ ആ സമയം നന്നായിട്ട് ഉറങ്ങും. ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ക്ലോസ് ദെയർ ഐസ് ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ് ദ സൺ ഷോൾ റൈസ്. അപ്പോൾ ആരൊക്കെയാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലേ? ഫ്ലവേഴ്സ്, ചിൽഡ്രൻസ്, ഇവരൊക്കെയാണ് ഈ മൂണ് വരുന്ന സമയത്ത് ഉറങ്ങുന്നത്. എന്നിട്ട് അവർ എഴുന്നേൽക്കുന്നത് രാവിലെ സൂര്യൻ വരുന്ന സമയത്താണ് അല്ലേ? ഇതുപോലെ മൂണിൻ്റെ ഷൈന് ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമുള്ളവരും ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോം തന്നിട്ടുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ നോക്കാം. പുതിയ വേർഡ്സ് നോക്കാം അല്ലേ? മക്കൾ അറിയാത്തത് നോക്കി എഴുതിയെടുക്കുക കേട്ടോ. ഈ പോം എഴുതിയത് ആരാണ്? റോബർട്ട് ലൂയിസ് സ്റ്റെവൻസൺ ആണ് അല്ലേ? പിന്നെ ഇതിലുള്ള ഇംഗ്ലീഷിൻ്റെ വാക്കുകൾ വേണമെങ്കിൽ, അർത്ഥങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹാവ് യു എവർ വാക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ്? വാട്ട് ഡു യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദ സ്കൈ? അതായത് നിങ്ങൾ രാത്രി കാലങ്ങളിൽ അല്ലേ മൂൺ ലൈറ്റിൽ നടന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ ആകാശത്ത് ചന്ദ്രനെ കാണുകയാണെങ്കിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? യെസ്, ഐ വാക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ് വൺസ്. ഞാനൊരു പ്രാവശ്യം നിലാവിൽ നടന്നിട്ടുണ്ട് അല്ലേ? വാക്കിംഗ് ഇൻ ദ കോർട്ട് യാർഡ് ഇൻ ദ മൂൺ ലൈറ്റ് ഫീൽ വെരി പ്ലസൻറ്റ്. മുറ്റത്തൂടെ നിലാവിൽ നടക്കാൻ നല്ല സന്തോഷമാണ് അല്ലേ? നല്ല പ്ലസൻ്റ് ആണ്. ദ മൂൺ ഓൾസോ സീംസ് ടു ബി വാക്കിംഗ് വിത്ത് us. അപ്പോൾ നമ്മളെ കൂടെ നമ്മൾ നടക്കുമ്പോൾ മൂണും നടക്കുന്നത് മാതിരി തോന്നും അല്ലേ? ദ സ്കൈ ആൻഡ് സ്റ്റാർസ് ആർ സോ ബ്യൂട്ടിഫുൾ ഇൻ ദ മൂൺലൈറ്റ്. മൂൺലൈറ്റ് നിലാവിൻ്റെ ഭംഗിയിൽ, വെളിച്ചത്തിൽ ആകാശവും നക്ഷത്രങ്ങളും വളരെ മനോഹരമായിട്ടാണ് കാണപ്പെടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു? മൂൺസ് ഫേസ് എന്തിനോടാണ്, മൂണിൻ്റെ മുഖം എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ചുമരിൽ തൂക്കുന്ന ക്ലോക്കിനോടാണ് അല്ലേ? അപ്പം നമുക്ക് എഴുതാം, ദ മൂൺ ഫേസ് ഈസ് കമ്പയർഡ് ടു ദ ക്ലോക്ക് ഇൻ ദ ഹാൾ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വേർ അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഡു ബേർഡ്സ് സ്ലീപ്പ് അറ്റ് നൈറ്റ്? പോയറ്റിൻ്റെ അഭിപ്രായത്തിൽ ബേർഡ്സ് എവിടെയാണ് ഉറങ്ങുക? അക്കോർഡിംഗ് ടു ദ പോയറ്റ് ബേർഡ്സ് സ്ലീപ്പിംഗ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. നമ്മൾ നേരത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോക്സ് എന്ന് പറഞ്ഞാൽ മരച്ചില്ലകൾ കൂടി ചേരുന്ന സ്ഥലം അല്ലേ? അവിടെയാണ് പോയറ്റിൻ്റെ അഭിപ്രായത്തിൽ ബേർഡ്സ് രാത്രി ഉറങ്ങുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വേർ ഡസ് ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ്? ചന്ദ്രൻ എവിടെയാണ് പിന്നെ തിളങ്ങുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ വെളിച്ചം എവിടെയാണ് പരത്തുന്നത്? എവിടെയൊക്കെയാണ്? ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ് ഓൺ തീവ്സ് ഓൺ ഗാർഡൻ വാൾ. പിന്നെ പൂന്തോട്ടത്തിൻ്റെ മതിലിൽ, പിന്നെ സ്ട്രീറ്റ്സിൽ തെരുവുകളിൽ, ഫീൽഡ്സ് പാടങ്ങളിൽ, ഹാർബർ ക്വൈസ് തുറമുഖങ്ങളിൽ, ആൻഡ് ഓൺ ദ ബേർഡ് അസ്ലീപ്പ് ഇൻ ദ ട്രീസ് അല്ലേ? ബേർഡ്സ് ഉറങ്ങുന്ന മരത്തിൻ്റെ ആ ഒരു ഫോർക്ക് ഉണ്ടല്ലോ അവിടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5, വൈ കുഡ് ദ ഡോഗ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്? നായകൾ എന്തിനാണ് വീടിൻ്റെ ഡോറിൻ്റെ അടുത്ത് വന്ന് ഓരിയിടുന്നത്, ശബ്ദമുണ്ടാക്കുന്നത്? എന്തിനാണ്? ദ ഡോഗ് മൈറ്റ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ് ബിക്കോസ് ഇറ്റ് ലൈക്സ് ദ മൂൺ ആൻഡ് എൻജോയ് ദ മൂൺ ലൈറ്റ്. എന്തുകൊണ്ടാണ്? ഈ ഡോഗിന് മൂണിനെ ഇഷ്ടമായതുകൊണ്ടാണ് അല്ലേ? പിന്നെയോ അതിൻ്റെ നിലാവ് ആ നായ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which are the creatures that like to spend a time in the moonlight? മൂൺലൈറ്റിൽ നിലാവിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? The creatures that like to spend time in the moonlight are cats, mouse, പിന്നെ dog and bat അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7, how long do the flowers and children sleep and take rest? എത്ര സമയം വരെയാണ് പൂക്കളും കുട്ടികളും റെസ്റ്റ് എടുക്കുന്നത്, അതുപോലെ തന്നെ ഉറങ്ങുന്നത്? ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ് അണ്ടിൽ മോർണിംഗ് ദ സൺ ഷോൾ അറൈസ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് പൂക്കളും കുട്ടികളും ഉറങ്ങുക എന്നാണ് പോയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സൗണ്ട്സ് മെയ്ഡ് ബൈ ആനിമൽസ്. ദ ചോപ്പിംഗ് ബേർഡ്സ്, ദ trumpeting elephants. There are similar words in the poem that describe the sounds made by the animals. Pick out those words and write them down. എന്താണ് ക്വസ്റ്റ്യൻ?
ചേർപ്പിംഗ് ബേർഡ്സ് അല്ലേ, ചേർപ്പിംഗ് ബേർഡ്സ് എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ ശബ്ദത്തെയാണ്. അതുപോലെ തന്നെ ട്രംപറ്റിംഗ് എലിഫൻസ് എന്ന് പറഞ്ഞാൽ ആനയുടെ ചിഹ്നം വിളിക്കുകയാണ് ട്രംപറ്റിംഗ് എലിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ചില ജീവികളുടെ ശബ്ദങ്ങൾ അല്ലേ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തത് ഏതാണ്? സ്ക്വാളിംഗ് കാറ്റ്, സ്ക്വീക്കിംഗ് മൗസ്, ഹൗളിംഗ് ഡോഗ് അല്ലേ. ഒന്നാമത്തത് കാറ്റിൻ്റെ ശബ്ദമാണ്, രണ്ടാമത്തത് മൗസിൻ്റെ ശബ്ദമാണ്, മൂന്നാമത്തത് ഡോഗിൻ്റെ ശബ്ദമാണ്. അടുത്തത് മാച്ച് ദ ഫ്രേസസ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് മേക്ക് കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ആദ്യം കോളം എയിൽ തന്നിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കോളം ബിയിലുള്ള വാക്യങ്ങളുമായിട്ട് പിന്നെ യോജിപ്പിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അത് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം. കോളം എയിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ദ തീവ്സ്, ദ ബേർഡ്സ്, ദ ബാറ്റ്, ദ ഡോഗ്, ദ ചിൽഡ്രൻ. കോളം ബിയിലോ ഈസ് ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്, ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ, സ്ലീപ്പ് ടിൽ ദ സൺറൈസസ്, ആർ ഓൺ ദ ഗാർഡൻ വാൾ, ആർ സ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ട്രീസ് അല്ലേ. അപ്പോൾ പാഠഭാഗത്ത് പഠിച്ച സിമ്പിളായിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ നമുക്ക് യോജിപ്പിച്ചെഴുതാം. The thieves are on the garden wall. The birds are asleep in the fork of trees. The bat lies in bed at noon. The dog is howling by the door of the house. The children sleep till the sun rises. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇത് ചേർത്തെഴുതേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. ഹിയർ ആർ സം ബലൂൺസ്, സം ആർ റെഡ്, സം ആർ ഗ്രീൻ. റൈമിംഗ് വേർഡ്സ് ആർ ഗിവൺ ഓൺ ദ ഗ്രീൻ ബലൂൺസ്. ദ വേർഡ്സ് ഓൺ ദ റെഡ് ബലൂൺസ് ഡു നോട്ട് റൈം. ആഡ് റൈമിംഗ് വേർഡ്സ് ഓൺ ദ ഗ്രീൻ ബലൂൺസ് ഫ്രം ദ പോയം. അപ്പോൾ എന്താണ് മക്കളെ, ഇവിടെ ചുവന്ന കളറിൽ റെഡ് കളറിലുള്ള ബലൂണും ഗ്രീൻ കളറിലുള്ള ബലൂണും തന്നിട്ടുണ്ട്. ഗ്രീൻ കളറിലുള്ള ബലൂണിൽ റൈമിംഗ് വേർഡാണ് തന്നിട്ടുള്ളത്. പിന്നെ റെഡ് കളറിലുള്ള ബലൂണിൽ റൈമിംഗ് വേർഡ് അല്ല. അപ്പോൾ പാഠഭാഗത്ത് നിന്ന് പോയത്തിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി ഗ്രീൻ ബലൂൺസിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രീൻ ബലൂണിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്, ക്വൈസ് ട്രീസ് അല്ലേ. അപ്പോൾ അത് റൈമിംഗ് വേർഡാണ്. പിന്നെ ഹോൾ എന്ന് തന്നിട്ടുണ്ട് അല്ലേ രണ്ടാമത്തതിൽ. അതിൻ്റെ റൈമിംഗ് വേർഡ് ഏതാണ്? വോളാണ് അല്ലേ. പിന്നെയോ ഡേ തന്നിട്ടുണ്ട്. ഡേൻ്റെത് ഏതാണ്? വേ. പിന്നെ നമുക്ക് ഏതെഴുതാം? മൂൺ, നൂൺ, മൗസ്, ഹൗസ്, ഐസ്, എറൈസ് അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. കളക്ട് സിമിലർ നാച്ചുറൽ പോയംസ്, റൈറ്റ് വൺ ഓഫ് ദം ബിലോ ആൻഡ് റീസൈറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. നമ്മളിവിടെ മൂണിനെ കുറിച്ചുള്ള ഒരു പോയമാണ് പഠിച്ചത്. അപ്പോൾ അതുപോലെ നേച്ചറിനെ കുറിച്ചിട്ടുള്ള പോയം മക്കൾ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പോയം നോക്കാം. ഓ വണ്ടർഫുൾ നേച്ചർ, യു ആർ സോ ബ്യൂട്ടിഫുൾ, വിത്ത് ഗ്രീൻ ട്രീസ് ആൻഡ് ഹമ്മിങ് ബീസ്, ദ ഗ്രാസ് ഈസ് സോ ഗ്രീൻ ആൻഡ് വാട്ടർ ഈസ് സോ ക്ലീൻ, ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ ആൻഡ് മൗണ്ടെയ്ൻസ് ആർ സോ ഹൈ, the wandering butterflies makes my thoughts fly, the waterfalls are so cool just like a swimming pool, I love in nature very much, God give us this feature. അപ്പോൾ ഈ ഒരു പോയം മക്കൾക്ക് എഴുതിയെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ. പ്രകൃതി നല്ല മനോഹരമാണ്. ബട്ട് ഇഫ് വി ഹാവ് നേച്ചർ ഇറ്റ് വിൽ ഷോ ഇറ്റ് സ്കൈറി ഫേസ്. നമ്മൾ അതിന് എന്തെങ്കിലും ദോഷകരമായിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രകൃതിയുടെ ഒരു പേടിപ്പെടുത്തുന്ന മുഖം നമ്മൾ കാണേണ്ടി വരും എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ? പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് അല്ലേ, മനുഷ്യൻ്റെ പ്രവൃത്തികൾ എന്തെല്ലാം? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഡീഫോറസ്റ്റേഷൻ, ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്, ബേണിംഗ് പ്ലാസ്റ്റിക്സ്, പിന്നെ കെയർലെസ് ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക്സ്, ഫീൽഡ് ഫില്ലിംഗ്, കട്ടിംഗ് ട്രീസ്, ഡിസ്ചാർജ് ഓഫ് ഫാക്ടറി വേസ്റ്റസ്. അപ്പോൾ എല്ലാം എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ബി ദ കോൺസിക്വൻസസ്? നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ എന്തെല്ലാമാണ്? എഴുതാം. പൊല്യൂഷൻ ഓഫ് വാട്ടർ ആൻഡ് എയർ, വെള്ളവും അന്തരീക്ഷവും മലിനമാകും. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കും. ഫ്ലഡ്സ് ആൻഡ് ലാൻഡ്സ്ലൈഡ്സ്, വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നു. പിന്നെ വേരിയസ് ഡിസീസസ്, പല രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എർത്ത് ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹിയർ ഈസ് എ ന്യൂസ് റിപ്പോർട്ട്, പ്ലീസ് റീഡ് ഇറ്റ്. താഴെ ഒരു ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്, അത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലഡ്സ് പ്ലേ ഹെവോക്ക് വിത്ത് ലിവ്സ് ഇൻ കേരള. കേരളത്തിലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ട ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പത്രവാർത്തയാണ് ഇത്.
അപ്പോൾ മക്കൾ നന്നായിട്ട് വായിക്കുക. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട്? ഇത് എന്തിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്? ഫ്ലഡ്സ് അല്ലേ? Here is a collage made of news headlines. Read some of the headlines. What is the collage about? ഇവിടെ താഴെ കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ, തലക്കെട്ടുകൾ തന്നിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച്, വാട്ടർ പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ് അല്ലേ, ഓസോൺ ഹോൾ, അങ്ങനെ ഒരുപാട് പിന്നെ ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? അബൌട്ട് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. മക്കൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ക്ലാസ്സിൻ്റേതായാലും വേറെ ക്ലാസ്സിൻ്റേതായാലും സബ്ജക്റ്റൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പം നല്ലോണം മനസ്സിലാകുന്ന രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് ക്ലാസ്സിൻ്റേതാണോ ആ ക്ലാസ്സും ആ ഒരു സബ്ജക്റ്റും പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.